കൈകളിൽ നിറം പൂശി സ്വപ്നങ്ങൾ വരയ്ക്കുന്ന ഒരു കലാകാരി. വിവാഹങ്ങളും ആഘോഷങ്ങളും മനോഹരമാക്കുന്ന മെഹന്തിയുടെ മായാജാലം. സാധാരണ ഒരു ഡിസൈനർ മാത്രമല്ല, ഓരോ വരയും ഓരോ കഥ പറയുന്നു. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് തൻ്റെ കഴിവിലൂടെ അനവധി ഹൃദയങ്ങൾ കീഴടക്കിയ ഒരു മെഹന്തി ആർട്ടിസ്റ്റാണ് മെഹബുനിസ. ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാതെ ഒരു പരിപാടി തുടങ്ങണം എന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മെഹന്തി ആർട്ടിസ്റ്റ് എന്ന ഇതിലോട്ട് ഞാൻ വരുന്നത്. അവിടെയാണെങ്കിലും നമ്മുടെ കൂടുതൽ എഫേർട്ടാണ് ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നത്. പിന്നെ ഞാൻ എൻ്റെ കസിൻസിനും എൻ്റെ ഫ്രണ്ട്സിനും പിന്നെ ചെറിയ ചെറിയ വർക്കൊക്കെ എനിക്കിങ്ങനെ കിട്ടി വരുന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് ഞാൻ ഈ ഒരു ഫീൽഡിലോട്ട് വന്നത്. ഇപ്പം ഏകദേശം നല്ലോണം വർക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. സ്റ്റഡീസിൻ്റെ കൂടെ ഒരു ചെറിയൊരു ഇൻകത്തിന് വേണ്ടി ഞാൻ കുറേ പരിപാടി നോക്കി. അതിൽ ഫ്രെയിം വർക്ക്, റെസിൻ ആർട്ട്, പിന്നെ അല്ലറ ചില പരിപാടികളൊക്കെ തുടങ്ങി. പക്ഷേ അതിൽ എനിക്ക് കുറച്ചുകൂടെ ഒരു ഇത് കിട്ടിയത് മെഹന്തിയിലൂടെയാണ്. ഇപ്പം എല്ലാ ആർട്ടിസ്റ്റും പറയുന്നത് പോലെ പണ്ട് തൊട്ടേ ഞാൻ മെഹന്തി വരയ്ക്കാറോ ഇടാറോ ഒന്നുമില്ല. എനിക്ക് അതിൻ്റെ കോൺ പോലും പിടിക്കാൻ അറിയത്തില്ല. പഠിച്ചെടുത്തതാണ്. ഈ ഒരു ഫീൽഡിലോട്ട് വരുമ്പം നമുക്ക് ഭയങ്കരമായിട്ട് ബാക്ക് പെയിനും അതുപോലെ തന്നെ ബോഡി പെയിൻ ഒക്കെ എടുക്കും. പക്ഷെ ഒരു വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ഇഷ്ടപ്പെട്ട് വേണം അത് ചെയ്യാൻ. ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കത്തുമില്ല. പിന്നെ അത് എൻജോയ് ചെയ്ത് വേണം ചെയ്യാൻ. ഏതൊരു ജോലിയുടെ കൂടെയും അല്ലെങ്കിൽ ഇപ്പോൾ സ്റ്റഡീസിൻ്റെ കൂടെ ആയാലും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് ഈ മെഹന്തി ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത്. ഇതിന് നമ്മൾ കോൺസ് മേക്ക് ചെയ്തിട്ടായാലും നമുക്ക് മണി ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ഈ ജനറേഷനിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചൂസ് ചെയ്യുന്നത് പഠനത്തോടൊപ്പം തന്നെ ഒരു സൈഡ് ബിസിനസ്സും കൂടെ കൊണ്ടുപോകാനാണ്. അപ്പം ഇതിൽ ഈ ഒരു മെഹന്തി ഫീൽഡിലോട്ട് നമുക്ക് ഇപ്പം ബോയ്സെന്നോ ഗേൾസെന്നോ എന്ന് പറഞ്ഞ ആ ഒരു സംഭവമേ ഇല്ല. രണ്ടുപേർക്കും ഒരുപോലെ തന്നെ മുന്നോട്ട് പോകാൻ പറ്റുന്ന നല്ലൊരു ഫീൽഡ് തന്നെയാണിത്. പുതിയതായിട്ട് ഒരാൾ ഈ ഒരു ഫീൽഡിലോട്ട് വരുമ്പോഴേക്കും സ്റ്റാർട്ടിങ് ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വർക്കിൻ്റെ ഷോർട്ടേജ് ആയിരിക്കും. ഇപ്പം തുടക്കം തന്നെ നമുക്ക് കുറേ വർക്ക് കിട്ടണം എന്നൊന്നും ഇല്ല. നമ്മുടെ വർക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് വേണം ഇങ്ങനെ ആൾക്കാരെല്ലാം ഇതിലോട്ട് വരാനെ കൊണ്ട്. ഇല്ല എന്ന് പറഞ്ഞ് ഇതിന് ബാക്ക് ഇറങ്ങേണ്ട കാര്യമില്ല. എല്ലാ ആൾക്കാരും നമ്മുടെ വർക്കൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടായിരിക്കും നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ എല്ലാവരെയും നമ്മുടെ വർക്ക് കുറച്ചുകൂടെ ഒന്ന് കാണിക്കുകയും അതുപോലെ തന്നെ എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുകയും ചെയ്യണം. മേഖലയിൽ ഞാനിപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഇപ്പം എൻ്റെ ആവശ്യങ്ങളായാലും എനിക്കിപ്പം ഒരു കോളേജ് സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. പിന്നെ നമ്മുടേതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് നമുക്ക് ഇവിടുന്ന് മണി ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. വിജയം ആഘോഷിക്കാം, എന്നാൽ പരാജയത്തിൽ നിന്നുള്ള പഠനമാണ് വളർച്ചയ്ക്ക് വഴിയൊരുക്കുന്നത്. മെഹബുനിസയെ പോലെ നിങ്ങൾക്കും ഒരു നല്ല സംരംഭകരാകാൻ കഴിയട്ടെ. ക്യാമറമാൻ കൈലാസിനോടൊപ്പം ആഷ്മി അജ്മൽ, അശ്വമേധം ന്യൂസ്.